Assalamualaikum, welcome to Zeus Pepe Candy. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നോമ്പിന് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഡിഷാണ് കഞ്ഞി, നോമ്പ് കഞ്ഞി. അപ്പോൾ ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ എല്ലാ നോമ്പിനും ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊടിയേരി അരക്കപ്പെടുത്തിയിട്ടുണ്ട്, നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ നീളത്തിലിട്ടേക്കുന്നത്, 2 അല്ലി വെളുത്തുള്ളി ഇട്ടേക്കുന്നത് കേട്ടോ. അത് കുക്ക് ചെയ്തതിന് ശേഷം മാറ്റാനുള്ള എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ വലുതാക്കി തന്നെ ഇട്ടേക്കുന്നത്. കഞ്ഞിയിലേക്ക് റൈസിലേക്കൊക്കെ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വലിയ കഷ്ണത്തിലിട്ടേക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അരി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് സാധാരണ നമ്മൾ ഒരു കഞ്ഞി വയ്ക്കുന്ന അതേ അളവ് തന്നെയാണ്. നമുക്ക് വെള്ളം ലൂസായിട്ടാണ് കഞ്ഞി വേണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കാം. പിന്നെ പൊടിയരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അഥവാ കൂടിപ്പോയാലും നമുക്കത് അരപ്പിൽ വെള്ളം കുറച്ചെടുത്താൽ മതി. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് കുക്കറിനകത്ത് ഒരു വിസിൽ തന്നെ ആവുന്നുണ്ട് എൻ്റെ കുക്കറിൽ. നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ അരി വേവാനുള്ള സമയം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഞാൻ അരക്കപ്പ് അരിക്ക് അരക്കപ്പ് തന്നെ തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ സ്റ്റീം മുഴുവൻ പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ചില പ്രാവശ്യം നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോൾ നിസ്സാരമായി കളയുന്നൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പ് പെട്ടെന്ന് വലിച്ച് തുറന്നതിൽ. അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും കെയർഫുള്ളായിരിക്കണം. എസ്പെഷ്യലി കിച്ചണിലേക്ക് പുതുതായിട്ട് കയറുന്നവർ ധൃതിയിലൊന്നും കുക്ക് ചെയ്യാൻ ശ്രമിക്കുക, വലിച്ചത് തുറക്കാൻ ശ്രമിക്കരുത്, സ്റ്റീം മുഴുവൻ പോവാതെ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കഞ്ഞിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് ഇരുന്നിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും. അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, നമ്മുടെ അടിപൊളി കഞ്ഞി റെഡിയാണ്. ഇത് കാണുന്ന പോലെയല്ല, സിമ്പിളാണ്, നല്ല പവർഫുള്ളും. പൊടിയേരിക്ക് പകരം ജീരകശാല യൂസ് ചെയ്യുന്നവരുണ്ട്, ഇതിനകത്തേക്ക് പയർ ചേർക്കുന്നവരുണ്ട്, ചെറിയുള്ളിയും ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോമ്പിൻ്റെ ക്ഷീണം മാറ്റാൻ മാത്രമല്ല, നമ്മുടെ ഇൻഡൈജഷനോ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും ഈ ഒരു കഞ്ഞി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.